ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികൾ, വിശുദ്ധ റമദാൻ കയ്യെത്തും ദൂരത്തെത്തി നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രപഞ്ചനാഥൻ മനുഷ്യ സമൂഹത്തിന് സന്മാർഗമായി വിശുദ്ധ ഖുർആനിൻ്റെ പ്രകാശനം നിർവഹിക്കപ്പെട്ട മാസമാണ് ശരിക്ക് റമദാൻ. അതിൻ്റെ ഒരു പടിവാതിക്കൽ നിന്നുകൊണ്ട് മലയാളികൾക്കതിൻ്റെ ഒരു മലയാള ആശയ വിവർത്തനം പ്രകാശനം ചെയ്യുന്നു എന്നത് എല്ലാ അർത്ഥത്തിലും വളരെ പ്രസക്തമായ ഒരു സന്ദർഭമാണ് ഇത് എന്ന് തോന്നിപ്പോവുകയാണ്. അപ്പോൾ ഇത് വായിക്കുമ്പോൾ നേരത്തെ പലരും ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ ലളിതമായ ഭാഷയും അതോടൊപ്പം ആവശ്യമായ ഈ അടിക്കുറിപ്പുകളോടുകൂടിയുള്ള അതിൻ്റെ ക്രമീകരണവും വളരെ ശ്രദ്ധേയമായി തോന്നിയ കാര്യമാണ്. ആ അടിക്കുറിപ്പുകളിൽ പ്രത്യേകമായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യം കാലിക പ്രസക്തമായ സ്വഭാവത്തിലുള്ള അടിക്കുറിപ്പുകൾ എന്നതാണ്. അതിൽ പല കാര്യങ്ങൾ വിശകലന വിധേയമാക്കേണ്ടതുണ്ട്. അപ്പം അതിൽ ഒന്ന് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ ലോകങ്ങളുടെ രക്ഷിതാവ്, അത് വിവർത്തനം ചെയ്തതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ അടിക്കുറിപ്പിൽ സൂചിപ്പിച്ച കാര്യമാണ് ആധുനിക ശാസ്ത്രം യൂണിവേഴ്സ് എന്ന സങ്കല്പത്തെ മൾട്ടിവേഴ്സ് പ്രപഞ്ചങ്ങൾ എന്ന് തിരുത്തുന്നുണ്ട് എന്ന കാര്യത്തെ സൂചിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ പറയുന്ന ഈ ലോകങ്ങളുടെ പ്രപഞ്ചങ്ങളുടെ എന്ന ആ അധ്യാപനത്തെ കാലികമായ സ്വഭാവത്തിൽ അടിക്കുറിപ്പ് നൽകി വിശദീകരിക്കുന്നു. ഇന്ന് മാത്രമല്ല, നേരത്തെ ഇവിടെ സുരേന്ദ്രൻ സാറൊക്കെ സൂചിപ്പിച്ചതുപോലെയുള്ള പല തെറ്റിദ്ധാരണകളും ഇസ്ലാമുമായി ബന്ധപ്പെട്ട അതിൻ്റെ പദപ്രയോഗങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കാഫിർ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അടിക്കുറിപ്പ് കൊടുത്തിടത്ത് അറബി ഭാഷ പേരുള്ളത് കൊണ്ട് ഒരുവൻ വിശ്വാസിയോ മറ്റു ഭാഷകളിലെ പേരുള്ളത് കൊണ്ട് കാഫിറോ ആകുന്നില്ല എന്ന സ്വഭാവത്തിൽ ഈ തെറ്റിദ്ധാരണകൾ തിരുത്തുന്ന സ്വഭാവത്തിൽ എന്ന് പറഞ്ഞാൽ വിശ്വാസിയാവുന്നത് അല്ലെങ്കിൽ കാഫിർ, ഇത് ജാതീയ അല്ലെങ്കിൽ സാമുദായികമായ അതിർവരമ്പുകൾ ആ അർത്ഥത്തിൽ അല്ല. അതിനപ്പുറത്ത് ഇസ്ലാം എന്ന് പറയുന്ന ദൈവിക ദർശനം വായു പോലെ, വെള്ളം പോലെ, വെളിച്ചം പോലെ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അത് ആരാണോ അംഗീകരിക്കുന്നത് അവരെ അതിൻ്റെ ആളുകളാകുന്നുള്ളൂ. അത് ജന്മം കൊണ്ട് കിട്ടുന്ന, പാരമ്പര്യമായി കിട്ടുന്ന ഒന്നല്ല, ബൈ ചാൻസിന് കിട്ടുന്ന ഒന്നല്ല, ബൈ ചോയ്സിലൂടെ, തെരഞ്ഞെടുപ്പിലൂടെ കിട്ടുന്ന ഒന്നാണ് എന്ന സ്വഭാവത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന വിധത്തിലുള്ള അടിക്കുറിപ്പുകൾ എല്ലാ അർത്ഥത്തിലും അർത്ഥവത്തായി തോന്നിയ കാര്യങ്ങളാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുവാൻ സന്ദർഭമില്ല. ഈ അർത്ഥത്തിൽ പരിശുദ്ധ റമദാൻ ഇങ്ങനെ സമാഗതമായി നിൽക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഇതിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നു. ഇത് വളരെ സന്തോഷകരമായ ഒരു സന്ദർഭമാണ്. പക്ഷേ പശ്ചിമേഷ്യ കത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് ഇതിനെ സങ്കടകരമാക്കുന്നു എന്നുള്ളതാണ്. അത് സങ്കടകരമാകുന്നത് അവിടെ മരിച്ചു വീഴുന്ന നിരപരാധികളാകുന്ന സ്ത്രീകളും കുട്ടികളും അവരെ ഓർത്തുകൊണ്ട് ദുഃഖിക്കേണ്ട ഒരു കാര്യവുമില്ലെന്നാണ്. കാരണം ഈ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നതനുസരിച്ച് അവരൊക്കെ വിജയിച്ചവരാണ്. അതേ സന്ദർഭത്തിൽ ഈ അർത്ഥത്തിലുള്ളവർ അനീതി നിൽക്കുമ്പോൾ അതിങ്ങനെ നോക്കി നിൽക്കുന്ന സമൂഹത്തെ ഓർത്തുകൊണ്ടാണ്, ലോകത്തെ ഓർത്തുകൊണ്ടാണ് നമ്മൾ സങ്കടപ്പെടേണ്ടതും യഥാർത്ഥത്തിൽ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടതും. കാരണം മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് തേനിൽ നിന്ന് മധുരം പ്രതീക്ഷിക്കുമല്ലോ, ഉപ്പിൽ നിന്ന് ഉപ്പരസമാണല്ലോ പ്രതീക്ഷിക്കുന്നത്, വിളക്കിൽ നിന്ന് പ്രകാശം പ്രതീക്ഷിക്കുന്നത് പോലെ മനുഷ്യനിൽ നിന്ന് മനുഷ്യത്വമാണ് പ്രതീക്ഷിക്കുക. പക്ഷെ മനുഷ്യത്വം ചത്തുപോയാൽ പിന്നെ സംഭവിക്കുക മനുഷ്യൻ മൃഗമാവുകയല്ല, പിശാചായി മാറുക. ഈ പൈശാചികത ലോകത്ത് അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം ഇതിലുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിവില്ലാത്തത് കൊണ്ടല്ല. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. കാരണം വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം ആരംഭിക്കുന്നത് തന്നെ ഈ ഒരു വിഷയത്തിലേക്ക് കൂടി വിരൽ ചൂണ്ടിക്കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അറിവ് വളരെ പ്രധാനമാണ്. അറിവുണ്ട് എന്നതുകൊണ്ട് മാത്രം പക്ഷെ മനുഷ്യനാവുകയില്ല. അപ്പോൾ കുഞ്ഞുണ്ണി മാഷ് ഒരിക്കൽ പറഞ്ഞല്ലോ, വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും. വായിച്ച് വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. അപ്പോൾ നമുക്കറിയാൻ പറ്റും അറിവിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, വായിക്കാതെ ഒരാളും ഡോക്ടറാവുന്നില്ല. പക്ഷേ ഈ ഡോക്ടർ രോഗിയുടെ വൃക്ക മാറ്റിവെച്ചു എന്നല്ല, രോഗിയുടെ വൃക്ക അടിച്ചു മാറ്റി എന്ന് പത്രത്തിൽ വായിക്കുമ്പോൾ ഈ ഡോക്ടർക്ക് അറിവില്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നതല്ല. അവിടെ തിരിച്ചറിവിൻ്റെ അഭാവമാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിൻ്റെ കാരണം.
വായിക്കാതെ ഒരു അധ്യാപകനും ഒരു മനുഷ്യനും അധ്യാപകനാവുന്നില്ല. പക്ഷെ അധ്യാപകൻ വിദ്യാർത്ഥിനിയെ പഠിപ്പിച്ചു എന്നല്ല, പത്രവാർത്ത അധ്യാപകൻ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചു എന്നാണ്. ഈ അക്ഷരത്തെറ്റ് ജീവിതത്തിൽ സംഭവിക്കാനുള്ള കാരണം അറിവില്ലായ്മയല്ല, തിരിച്ചറിവില്ലായ്മയാണ്. അപ്പോൾ ഈ തിരിച്ചറിവിൻ്റെ പാഠം ഇതാണ് വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം ആരംഭിക്കുന്നിടത്ത് തന്നെ അടിവരയിടുന്നത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അല്ല, വായിക്കാൻ പറയുന്നുണ്ട്, പക്ഷെ വായനയ്ക്ക് ഉപാധി നിർണ്ണയിക്കുന്നു. ദൈവനാമത്തിലായിരിക്കണം വായിക്കേണ്ടത്. ഏത് നിന്നെ സൃഷ്ടിച്ച നിന്റെ ദൈവത്തിൻ്റെ നാമത്തിലായിരിക്കണം വായിക്കേണ്ടതെന്ന്. ഇത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചറിവിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതാണ്. കാരണം ഇവിടെ സൃഷ്ടികളുണ്ട്, ഇത് മനുഷ്യൻ അറിയുന്ന കാര്യമാണ്. സൃഷ്ടികളുണ്ടെങ്കിൽ സ്രഷ്ടാവുമുണ്ട്, ഉണ്ടാകും. ഏതുപോലെ ഗ്രന്ഥമുണ്ടെങ്കിൽ ഗ്രന്ഥകർത്താവ് ഉണ്ടാകുന്നത് പോലെ, ശില്പമുണ്ടെങ്കിൽ ശില്പി ഉണ്ടാകുമെന്നതുപോലെ സൃഷ്ടികളുണ്ടെങ്കിൽ സ്രഷ്ടാവുമുണ്ട്. ഇതാണ് മനുഷ്യൻ്റെ തിരിച്ചറിവ്. ഈ ലളിതമായ ഒരു തിരിച്ചറിവ് ഇതിൻ്റെ അടിസ്ഥാനമാണ്. എന്നതുപോലെ ഇഹലോകമുണ്ടെങ്കിൽ ഇഹലോകം മനുഷ്യൻ്റെ അറിവാണ്, പരലോകം തിരിച്ചറിവാണ്. ഇതിലേക്ക് ബന്ധിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ മൊത്തം ജീവിതത്തെ ആ കാഴ്ചപ്പാട് ജീവിതത്തിലേക്ക് പകർത്തുമ്പോഴാണ് മനുഷ്യനായിട്ട് മാറുക എന്നുള്ള. കാരണം നമുക്കറിയാൻ പറ്റും, വീണ് കിടക്കുന്ന ഒരു സ്വർണ്ണമോതിരം കാണുമ്പോൾ അത് സ്വർണ്ണമോതിരമാണെന്നതൊരു അറിവാണ്. പക്ഷെ അതെനിക്ക് അവകാശപ്പെട്ടതല്ല, അത് മറ്റാരുടേതോ ആണ് എന്നതാണ് തിരിച്ചറിവ്. ഈ തിരിച്ചറിവില്ലെങ്കിൽ അറിവുള്ളവനും കള്ളനായിട്ട് മാറും. ഇതല്ലേ ഇന്നിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം അമ്മയെ കാണുമ്പോൾ അല്ലെങ്കിൽ സഹോദരിയെ കാണുമ്പോൾ അതൊരു സ്ത്രീയാണെന്നൊരു അറിവാണ്. എന്നാൽ അത് സ്ത്രീ മാത്രമല്ല, അതെൻ്റെ അമ്മ കൂടിയാണ്, എൻ്റെ ഉമ്മ കൂടിയാണ്, അതെൻ്റെ സഹോദരി കൂടിയാണെന്നതാണ് തിരിച്ചറിവ്. ഈ തിരിച്ചറിവില്ലെങ്കിൽ സമീപനങ്ങൾ മാറും. അങ്ങനെയാണ് അമ്മ പെമ്മങ്ങാരെ തിരിച്ചറിയാത്ത സമൂഹം സൃഷ്ടിക്കപ്പെടുക എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ. അപ്പോൾ ഇത് അറിവില്ലാത്തത് കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളല്ല എന്നതാണ് വസ്തുത. അതുപോലെ നമുക്കറിയാലോ, ഒരു സ്ഥലത്ത് മനുഷ്യന് വീട് വയ്ക്കാം, അല്ല ബിൽഡിങ്ങുകൾ പണിയാം, ക്ഷേത്രം പണിയാം, പള്ളി പണിയാം, ചർച്ചുകൾ പണിയാം. പക്ഷേ അന്യൻ്റെ സ്ഥലത്ത് വീട് വയ്ക്കാൻ പാടില്ല എന്നത് മനുഷ്യൻ്റെ തിരിച്ചറിവാണ്. ഇപ്പോൾ ഈ തിരിച്ചറിവ് നഷ്ടപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ഫലസ്തീനിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താ? അന്യൻ്റെ സ്ഥലത്താണ് വീട് വെച്ചിരിക്കുന്നത്. ഇത് ഇസ്രായേലിന് അറിവില്ലാത്തത് കൊണ്ടല്ല, ഇത് തിരിച്ചറിവിൻ്റെ പ്രശ്നമാണ്. എന്നതുപോലെ തന്നെ യഥാർത്ഥത്തിൽ ഇപ്പോൾ രാമക്ഷേത്രം പണിയും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താ? അന്യൻ്റെ സ്ഥലത്ത് ക്ഷേത്രം യഥാർത്ഥത്തിൽ ആരാധനാലയമാണ്, അത് പാടില്ല എന്ന തിരിച്ചറിവില്ലാതെ വരുമ്പോൾ ശക്തിയുണ്ടെങ്കിൽ ഈ അർത്ഥത്തിൽ അന്യായങ്ങളും സംഭവിക്കുന്നു. അപ്പോൾ ഈ അന്യായങ്ങളെ, അനീതികളെ, അക്രമങ്ങളെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ അനിവാര്യമായി ഉണ്ടാകേണ്ട ഘടകമാണ് തിരിച്ചറിവ്. ഈ തിരിച്ചറിവ് മനുഷ്യന് നൽകിക്കൊണ്ട് മനുഷ്യൻ്റെ ഇഹപര രക്ഷയ്ക്കുള്ള സകല വഴികളും അതിൻ്റെ അടിസ്ഥാനത്തിൽ. കാരണം ഈ അറിവ് മനുഷ്യൻ്റെ ഭൗതിക പുരോഗതിക്കുള്ളതാണെങ്കിൽ തിരിച്ചറിവ് മനുഷ്യൻ്റെ ധാർമ്മിക പുരോഗതിക്കുള്ളതാണ്. ആ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന വേദഗ്രന്ഥം ഒരു ധർമ്മശാസ്ത്ര ഗ്രന്ഥമാണ്, അതൊരു ഭൗതിക ശാസ്ത്ര ഗ്രന്ഥമല്ല. അപ്പോൾ ഭൗതിക ശാസ്ത്രവും ഈ ധർമ്മശാസ്ത്രവും തമ്മിൽ ഏറ്റുമുട്ടുകയില്ല. അത് യഥാർത്ഥത്തിൽ മനുഷ്യ നാഗരികതയുടെ പുരോഗതിക്ക് ഇത് രണ്ടും ആവശ്യമാണ് എന്നതുകൊണ്ട് അതിനെ രണ്ടിനെയും എന്ത് ചെയ്യുന്നുണ്ട്? അതിലേക്ക് മാർഗനിർദ്ദേശം നൽകിക്കൊണ്ട് മനുഷ്യനെ വഴി നടത്തുന്ന ഒരു വേദഗ്രന്ഥം എന്ന നിലയ്ക്ക് ഇത് ലോകമറിയേണ്ടതാണ്, ലോകത്തെ അറിയിക്കേണ്ടതാണ്. വളരെ പ്രസക്തമായ ഒരു സന്ദർഭത്തിൽ തന്നെ ഇപ്പോൾ മലയാളികൾക്ക് ഈ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ ഒരു പരിഭാഷ കാലിക പ്രസക്തമായ വിശദീകരണങ്ങളോടുകൂടി നൽകപ്പെടുന്നു എന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഏതായാലും ഇത് ആ അർത്ഥത്തിൽ നമ്മൾ എന്തൊരു ഉദ്ദേശത്തോടു കൂടിയാണോ ഈ അർത്ഥത്തിൽ കാര്യങ്ങൾ നിർവഹിക്കുന്നത്, അതതിൻ്റെ എല്ലാ അർത്ഥത്തിലും നല്ല രീതിയിൽ തന്നെ പൂർത്തീകരിക്കുവാൻ, അതിൻ്റെ ഫലങ്ങൾ സമൂഹത്തിലുണ്ടാകുവാൻ പടച്ച തമ്പുരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.